നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെ ചാനൽ ചർച്ചകൾ കാണാൻ, എന്നുവെച്ചാൽ അന്തിച്ചർച്ചകൾ കാണാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ നിരാശയിലേക്ക് ആഴ്ത്തിക്കൊണ്ടാണ് രണ്ട് സഖാക്കൾ ഈ രംഗം വിടാൻ തീരുമാനിച്ചത്. ഒന്ന് സഖാവ് റെജി ലൂക്കോസും മറ്റൊന്ന് സഖാവ് BN ഹസ്കറുമാണ്. ആളുകൾ വളരെ കണ്ണുനീരോടുകൂടിയാണ് അവരുടെ അഭാവത്തെ, അവർ ഈ ചാനൽ ചർച്ചകളെ വിട്ടുപോയ ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്. അവർ ഈ ചാനൽ ചർച്ചയിൽ നിന്ന് വിട്ടുപോകാനുള്ള അടിസ്ഥാനപരമായ കാരണം തേടി നമ്മൾ പോകുമ്പോൾ ഒരു കാരണം കണ്ടെത്താൻ കഴിയുന്നതിൽ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായ, LDFനുണ്ടായ, പ്രത്യേകിച്ച് CPMനുണ്ടായ പരാജയമാണ്. CPM തോറ്റു, അല്ലെങ്കിൽ LDF പരാജയപ്പെട്ടു ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്, പ്രതിപക്ഷ കക്ഷികളും പറയുന്നത്. യഥാർത്ഥത്തിൽ CPM തോറ്റു? CPM തോറ്റിട്ടില്ല. സത്യത്തിൽ CPM തോറ്റിട്ടില്ല. തോറ്റു എന്നുള്ളത് ഒരു തോന്നൽ മാത്രമാണ്. അങ്ങനെ തോന്നൽ വരും, അത് സത്യവുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഭൂമി പരന്നല്ലേ ഇരിക്കുന്നത്. സത്യത്തിന് ഭൂമിയുടെ ആകൃതി എന്താണ്? ഗോളാകൃതിയല്ലേ. അപ്പോൾ നമ്മൾ കാണുന്നതല്ല പ്രപഞ്ച സത്യം. അപ്പോൾ തോറ്റു എന്നത് സത്യത്തിന് നമ്മളുടെ ഒരു തോന്നൽ മാത്രമാണ്. പിന്നെ ചില ആളുകൾ, ചില കുബുദ്ധികളൊക്കെ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആനന്ദതുന്തിലരാണ്, അവരാനന്ദ നൃത്തം ചെയ്യുകയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവം എന്താണ്? തോറ്റു എന്ന് പറഞ്ഞ് നമുക്കൊരു തോന്നലുണ്ടാകാനുള്ള കാരണം എന്താണ്? അവിടാണ് നമ്മൾ തെറ്റുപറ്റുന്നൊരു കാര്യം. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായ ഒരു മാറ്റമല്ലെന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെട്ടു, മാധ്യമങ്ങൾ പരാജയപ്പെട്ടു, പ്രതിപക്ഷ കക്ഷികൾ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിലെ LDF തോറ്റു എന്ന് പറയുന്നത്. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് തോൽക്കുന്നത്? കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമല്ലേ. പിന്നെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അമൂർത്തമായ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിൽ സമൂർത്തമായ ഫലം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവർ കുത്തക മുതലാളി മൂഷ്വാസികളോ അല്ലെങ്കിൽ പെറ്റ് ബൂർഷ്വാകളോ അല്ലെങ്കിൽ ഭൂപ്രഭുത്വത്തിൻ്റെ വ്യക്താക്കളോ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും അധ്വാനവർഗം അങ്ങനെ കരുതുന്നതേയില്ല. അത് ആ സാഹചര്യത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ഉണ്ടായതാണ്. ഇവിടെ ബേസിക്കായിട്ട് പ്രശ്നം എന്താ വെച്ചാൽ, ഈ സ്റ്റഡി ക്ലാസ്സിൽ ജനങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുന്നില്ല. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സിൽ ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ചാനലിലൂടെ അവർ സ്റ്റഡി ക്ലാസ് നടത്തുന്നുണ്ട്. ആ സ്റ്റഡി ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുത്ത് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രസംഗിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് ഇപ്പോഴേ പടിയിറങ്ങിയിരിക്കുന്നത്. ഒന്ന് ശ്രീ BN ഹസ്കറും മറ്റൊന്ന് റെജി ലൂക്കോസുമാണ്. റെജി ലൂക്കോസിനെ കുറിച്ച് നമ്മുടെ സഖാവ് ശിവൻകുട്ടിയോടോ മറ്റേ വേറെ ആരോടോ ഒക്കെ ചോദിച്ചു. ശിവൻകുട്ടി പറഞ്ഞ് എനിക്ക് ഇയാളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, എനിക്ക് ആരെങ്കിലും കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം TV കാണാത്തോണ്ടായിരിക്കാം. മറ്റു പല സഖാക്കളും പറയുന്നത് റെജി ലൂക്കോസിനെ അറിയില്ലെന്നാണ്. പക്ഷേ റെജി ലൂക്കോസ് പറയുന്നത് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണെന്നും ഏരിയ സമ്മേളനത്തിലും ജില്ലാ സമ്മേളനത്തിലും പാർട്ടിയുടെ 2024 നടന്ന സമ്മേളനമാണ്, അധികകാലമൊന്നും ആയില്ല. ആ സമ്മേളനത്തിൽ ഇദ്ദേഹം കൃത്യമായി പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ പാർട്ടി സഖാക്കൾ പറയുന്നത് ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ട് ഒരു പരിചയം റെജി ലൂക്കോസുമായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇത് എത്ര വലിയൊരു ഇതിനാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ ഇത് വേറൊരു മുഖമാണ് നമ്മൾ ഈ കാണുന്നത്. രണ്ടുപേര് നമ്മൾ പറയുന്നത് വൈരുദ്ധ്യമുണ്ട്, അത് ഭൗതികവാദത്തെ അടിസ്ഥാനവുമാക്കിയാണ് താനും. അപ്പോൾ ഇതൊക്കെ എത്രയോ കാലം മുമ്പ് കാൾ മാർക്സ് കണ്ടിരുന്നതാണെന്ന് മനസ്സിലാക്കണം. എന്തായാലും ശരി, റെജി ലൂക്കോസ് പടി ഇറങ്ങിയത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ചെന്ന് കയറിയതോ BJP പാളയത്തിൽ. അത് നമുക്ക് സഹിക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള വാദമുഖങ്ങളിലൂടെ ജനങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ്, ജനങ്ങളുടെ വോട്ട് സമാഹരിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കിക്കൊണ്ടിരുന്ന ഒരു നേതാവ്, അദ്ദേഹം പെട്ടെന്ന് പടിയിറങ്ങിയെന്ന് മാത്രമല്ല, നേരെ പോയി അപ്പുറത്ത് വർഗശത്രുക്കളുടെ പാളയത്തിൽ അഭയം തേടി എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ മോശമായ ഒരു കാര്യം തന്നെയല്ലേ. സത്യത്തിൽ എനിക്കും അതിനകത്ത് ഖേദമുണ്ട്. എന്നാൽ BN ഹസ്കർ അദ്ദേഹം ഇല്ലത്തുനിന്ന് ഇറങ്ങി, അമ്മാത്ത് എങ്ങും എത്തിയിട്ടില്ല. കാരണം പറ്റിയ ഒരു അമ്മാത്ത് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇല്ലത്തുനിന്ന് ഇറങ്ങിയ അദ്ദേഹം
ഏതെങ്കിലും ഒരു അമാത്ത് ചെന്ന് കയറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കാര്യമായി ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. CPM-നെ പ്രതിനിധീകരിച്ച് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ വളരെ മാന്യമായി സംസാരിക്കുന്ന, സംസ്കാരത്തോടെ സംസാരിക്കുന്ന 2 പേരാണ് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുന്ന ആളുകൾ. ഞാൻ സാധാരണ ഈ ചാനൽ ചർച്ചയിൽ ചിലരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ചാനൽ മാറ്റും. ചിലർ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് കേട്ടാൽ ഞാൻ ആ ഭാഗത്ത് TV ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകാറ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്യാവശ്യം നമുക്ക് അരോചകത്വം തോന്നാത്ത മട്ടിൽ പാർട്ടിയുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ടിരുന്ന 2 ആളുകളാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ BN ഹസ്കറും റെജി ലൂക്കോസും. പ്രകോപനപരമായ ചോദ്യങ്ങൾ വന്നാലും ഇവരെ ചീത്ത വിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ വെട്ടിക്കൊല്ലുമെന്ന് പറയാനോ ഒന്നും അങ്ങനെ അവർ പോകാറില്ല. അവർ പൊതുവെ സൗമ്യമായിട്ടാണ് മറുപടി പറയാറുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനൊക്കെ ജനം ഇതങ്ങോട്ട് മനസ്സിലാക്കാതെ വന്നാൽ അവർക്ക് എന്ത് ചെയ്യാനൊക്കും? പാർട്ടിയുടെ നിലപാട് അവർ വിശദീകരിക്കുന്നുണ്ട്. ഈ നിലപാട് ജനത്തിനൊന്നും മനസ്സിലാവണ്ടേ? ജനത്തിന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം വെച്ചാൽ ജനങ്ങൾ സാക്ഷരത നേടി. അതൊരു വലിയ കുഴപ്പമായി മാറി എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഈ ജനങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക, ചിന്തിക്കുക, ഇതിനെല്ലാം വേണ്ടി നമ്മുടെ പാർട്ടി നേതാക്കന്മാരില്ല, അവർ ചോദിക്കാനും ചിന്തിക്കാനും ഇല്ല. പിന്നെ എന്തിന് ജനം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ശരി, തീർത്തും നമുക്ക് ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സഖാവ് റെജി ലൂക്കോസും സഖാവ് BN ഹസ്കറും തൽക്കാലം ഈ ചാനൽ ചർച്ച രംഗത്ത് നിന്ന് വിട്ടുപോയതിൽ ഒരു ദുഃഖത്തിൻ്റെയും കാര്യമില്ല. കാരണം 2 ധീര വീര ശൂര വിപ്ലവകാരികൾ ചാനൽ ചർച്ചയിലുണ്ട്. അതിലൊന്ന് ശ്രീ അനിൽകുമാറാണ്, മറ്റൊന്ന് ഡോക്ടർ ജയരാജുമാണ്. അവരുടെ ചാനൽ ചർച്ച ഞാൻ കാണാറുണ്ട്. എത്ര സൗമ്യമായിട്ട്, എത്ര മിതമായി, എത്ര സംസ്കാരത്തോടെയാണ് അവർ 2 പേരും സംസാരിക്കുന്നത്. പക്ഷെ അവരുടെ ഈ ആ വിനയത്വം, ലാളിത്യം ഇതൊക്കെ കണ്ട് സത്യം രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വേണം, ഇത്ര അതാ അവരുടെ ആഠ്യത്വം നമുക്ക് പറയാതിരിക്കേണ്ട ഒരു നിവൃത്തിയില്ല. എത്ര സിമ്പിളായിട്ടുണ്ട്. എത്ര പ്രകോപിപ്പിച്ചാലും അവർ ഒട്ടും പ്രകോപിക്കത്തില്ല എന്ന് മാത്രമല്ല, സത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ് ഈ 2 പേരും. അവർ 2 പേരും ചാനൽ ചർച്ചകളിൽ തുടർന്നും കാണും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് മാത്രമല്ല ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത്. ഇവർ സത്യത്തിന് ചാനൽ ചർച്ചയിൽ വരുമെന്ന് പറയുമ്പോൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ടെലിവിഷൻ്റെ മുന്നിൽ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം ഇവർ വരുന്നത്, കാത്തിരിക്കുന്നത്. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പാർട്ടിക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയാം. ഈ കാത്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഒന്ന് അഭ്യസ്തവിദ്യരായ തൊഴിലിരഹിതർ, അവർ കാത്തിരിക്കും ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട്. മറ്റൊന്ന് വീട്ടമ്മമാർ, കാര്യമായ വിലക്കയറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ടും ക്രമസമാധാന നിലയിലൊക്കെ ഭംഗിയായിട്ട് പോകുന്നത് കൊണ്ടും ഏത് അർദ്ധരാത്രിയിൽ എവിടെയും സ്ത്രീകൾക്കിറങ്ങി സഞ്ചരിക്കാൻ അവസരമുള്ളത് കൊണ്ടും വീട്ടമ്മമാർ അതും കേൾക്കും ഇതെന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന്. പിന്നെ ആശാ വർക്കർമാർ, അവർ വളരെ സന്തുഷ്ടരാണ്. ഒരു തമാശയ്ക്ക് പോയി സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ ഇരുന്ന് കുറച്ച് നാൾ വെയിൽ കൊണ്ടൊക്കെ വന്നെങ്കിലും അവർക്ക് നിരാശയൊന്നുമില്ല, അവർക്കൊരു നിരാശയില്ല. അവരും വന്ന് കേൾക്കും ഈ ചാനൽ ചർച്ച, ഇവർ സംസാരിക്കുന്ന ചാനൽ ചർച്ചകൾ. പിന്നെ വരുന്ന 2 ആളുകൾ ഈ സർക്കാർ ജീവനക്കാർ. അവർ രാവിലെ പോയി വൈകിട്ട് ഓഫീസിൽ നിന്നൊക്കെ 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഇത് വെച്ച് കേൾക്കും. കേട്ട് കഴിയുമ്പോൾ അവരുടെ സങ്കടങ്ങളെല്ലാം മാറും. ഈ DA കിട്ടാത്ത ചില സങ്കടങ്ങളൊക്കെ അവർക്കുണ്ട്. അതൊക്കെ വളരെ ഒരു സാമ്പത്തികമായ അടിസ്ഥാനത്തിൽ നിന്ന് ചിന്തിക്കുകയും രാജ്യത്തിൻ്റെ വികസന പ്രശ്നങ്ങളെ മറക്കുകയും ചെയ്യുന്നുണ്ടാകുന്നൊരു കാര്യമാണത്. അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് സത്യത്തിന് NGO യൂണിയൻ സഹാക്കൾക്ക് അറിയാം. അതുകൊണ്ട് അവർ നിശബ്ദത പാലിക്കുന്നത്. രാജ്യം വികസനത്തിലേക്ക് കുതിച്ചു ചാടുമ്പോൾ ഇവിടെ ഒരു DAയുടെ പേരിൽ ആ വികസനത്തിൻ്റെ കുതിച്ചു ചാട്ടത്തിനെ പിടിച്ചു നിർത്തുന്നത് ഒട്ടും ശരിയല്ല എന്ന് NGO യൂണിയൻ സഹാക്കൾക്കറിയാം, അവരുടെ നേതാക്കന്മാർക്കറിയാം. പിന്നെ അവരെ പറയുന്ന ഒരു കാര്യം, ഇവിടെ DA വർദ്ധിപ്പിക്കുന്നത് എപ്പോഴാണ്? ഈ കേന്ദ്ര ഗവൺമെൻറ്റിലിരിക്കുന്ന പിന്തിരിപ്പന്മാർ, പെറ്റി ബൂർഷ്വാകൾ, വർഗീയവാദികൾ, അവരിടയ്ക്കിടയ്ക്കിടയ്ക്ക് DA വർദ്ധിപ്പിക്കും. അവർ വർദ്ധിപ്പിക്കുന്ന DA നമുക്ക് വേണോ? അതായത് വർഗീയവാദികൾ അവർ വർദ്ധിപ്പിക്കുന്ന DA അതുപോലെ നമ്മൾ നടപ്പിലാക്കിയാൽ പിന്നെ നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? സോഷ്യലിസത്തിന് വേണ്ടി നിലകൊള്ളുകയല്ലേ? അവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ ഒക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശക്തമായൊരു നിലപാട്, ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ വർഗീയവാദികൾ പ്രഖ്യാപിച്ച DA നമുക്ക് വേണ്ട. നമുക്ക് DA വേണം, പക്ഷേ ആ DA നമുക്ക് വേണ്ട. അവർ പറഞ്ഞ ഉടനെ അതിൻ്റെ പിന്നെ DAയും പ്രഖ്യാപിച്ചു പോകാൻ അത്ര വലിയൊരു ഗതികേട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഇതാണ് NGO യൂണിയൻ സഹാക്കന്മാരുടെ ഒരു അഭിപ്രായം. അതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. പിന്നെ പെൻഷൻകാർ കുറേ പാവങ്ങളുണ്ട്. അവർക്കും വ്യത്യസ്തമായ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ പാർട്ടി സമ്മേളനത്തിന് അത്യാവശ്യം ഫണ്ടൊക്കെ കൊടുക്കുക, പിന്നെ പെൻഷൻ അസോസിയേഷൻ അവരുടെ ലഘുലേഖകൾ വായിക്കുക. പിന്നെ പാർട്ടി സഖാക്കൾ വന്ന് പറയും എന്തുകൊണ്ടാണ് നമുക്ക് DA കിട്ടാത്തത്. അതിനെക്കുറിച്ച് അവർ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്.
എങ്ങനെ രാജ്യം പിന്നെ വികസന രംഗത്തൂടെ കുതിച്ച് ചാടുന്നുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ അവർ പ്രായമായ സമയത്ത് ഇപ്പോൾ രോമാഞ്ചം അണിയാനൊക്കെ അവർക്ക് പ്രയാസമുണ്ട്, കുറേ പ്രായമായ ആളുകളൊക്കെ അല്ലേ. അതുകൊണ്ടെങ്കിലും അവർ ആനന്ദതുന്ദലരായിട്ട് ആനന്ദ കണ്ണുനീർ അശ്രുക്കളിങ്ങനെ ഒഴുകിക്കൊണ്ട് അവരും വീടുകളിലൊക്കെ കഴിഞ്ഞുകൂടുക. ഇവരെല്ലാം ഇപ്പം നടക്കുന്ന ചാനൽ ചർച്ച കേട്ട് അഭിമാന വിജൃംഭിതരായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എല്ലാം മറന്ന് 2026 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ ചാനൽ ചർച്ചകളാണ്. അപ്പോൾ 2025 ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിജയം ഉറപ്പിച്ചതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ചാനൽ ചർച്ചകൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന കാര്യം അവിതർക്കിതമായ ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവർ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് 2026 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ ഔദ്യോഗിക വസതികളിലേക്ക് പോയി കുടിപാർക്കാൻ കഴിഞ്ഞതിന് ശേഷമേ അവർ വിശ്രമിക്കുമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ അവർ ധീരമായി ചാനൽ ചർച്ചകളിൽ നിന്ന് പടപൊരുതിക്കൊണ്ടിരിക്കും. ചാനൽ ചർച്ചകൾ കേൾക്കുവിൻ, നിങ്ങൾ രോമാഞ്ചകഞ്ചുകം അണിയുവിൻ, വോട്ട് ചെയ്യുവിൻ, വിജയിപ്പിക്കും. അത് കൃത്യമായ ആ പോളിസിയിലൂടെ അവർ പോകും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ ഇവരുടെ ഈ ചാനൽ ചർച്ചകളിലൂടെ നമുക്ക് കിട്ടാവുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ 99 സീറ്റാണ്. നമ്മുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം എത്രയാണ്? 110 സീറ്റാണ്. അപ്പോൾ 99 നിന്ന് 110 സീറ്റിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ ചർച്ച 99 സീറ്റ് ഇവരുടെ ചർച്ച കൊണ്ട് തന്നെ നടക്കും. അതിൻ്റെ തർക്കം എന്നുള്ളൊരു കാര്യമല്ല. ഈ രണ്ടുപേരുടെയും അല്ലെങ്കിൽ ബാക്കി വരുന്ന കുറച്ച് ആളുകളുണ്ട്, അവരുടെ എല്ലാം ചാനൽ ചർച്ചയെല്ലാം വരുമ്പോഴത്തേക്ക് 99 സീറ്റ് ഉറപ്പാണ്. 110 എത്തണം എന്നുള്ളതാണ് പ്രഖ്യാപിത നിലപാട്. 110 എത്തണമെങ്കിൽ നമുക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. 140 കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കേരളത്തിലുള്ളത്. ഈ 140 നിയോജക മണ്ഡലത്തിലും സഖാവ് സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രസംഗം നടത്തണം. അദ്ദേഹം ഈ 140 നിയോജക മണ്ഡലത്തിലും പ്രസംഗിച്ചാൽ 30 നിയോജക മണ്ഡലം നമ്മൾ തള്ളിക്കളഞ്ഞേക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ സുനിൽ പി ഇളയിടം സഖാവിൻ്റെ ബൗദ്ധികമായ നിലവാരത്തിനൊപ്പം എത്താൻ എല്ലാവർക്കും കഴിയില്ല. അതുകൊണ്ട് 30 മണ്ഡലങ്ങളിലെ ആളുകളെ നമുക്ക് തള്ളിക്കളഞ്ഞേക്കാം. അവർ നമുക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷേ 110 സീറ്റ് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷേ സഖാവിനെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറക്കാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ എല്ലാ മീറ്റിങ്ങിനും വരാൻ കഴിയാത്ത ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് KN കുഞ്ഞഹമ്മദാണ്. അദ്ദേഹം ഒരുപാട് ആപ്തവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊച്ചു വാക്കുകളാണ്, ആപ്തവാക്യങ്ങളാണ്. അത് പ്രത്യേക സൂക്തങ്ങളാക്കി ക്യാപ്സ്യൂളിൽ അടച്ച് നമ്മുടെ സഖാക്കൾ കൊടുക്കണം. അവർക്ക് കോട്ട് ചെയ്യാം. KN കുഞ്ഞഹമ്മദ് സഖാവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്നത് കേൾക്കുന്നതോടുകൂടി ആളുകൾക്കുള്ള സംശയങ്ങളെല്ലാം തീരും. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴും പാർട്ടി സഖാക്കൾക്ക് സ്റ്റഡി ക്ലാസ് നടത്തേണ്ട ഒരു സമയമാണ്. അവരെ കൊണ്ട് വേണമല്ലോ നമ്മൾ ഈ വീട് കയറാനും നോട്ടീസ് കൊടുക്കാനും ഒക്കെ. ഇപ്പോൾ നോട്ടീസ് കൊടുക്കാനായിട്ടും വീട് കയറാൻ ചെല്ലുമ്പോഴും ആ നോട്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സച്ചിദാനന്ദൻ സഖാവിൻ്റെ ഒരു കവിത 4 വരിയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഉറക്കപ്പാടിയാൽ 101% ഉറപ്പാണ്, വോട്ടുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഖാക്കൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, സംശയിക്കേണ്ട. LDF വരും, ശരിയാക്കാൻ ബാക്കിയുള്ളത് മൊത്തം ശരിയാക്കും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ലാൽ സലാം സഖാക്കളെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.